സാർ, ഏത് ഗവൺമെന്റിനും കടമെടുക്കേണ്ടി വരും, ഏത് ഗവൺമെന്റിനും വികസനത്തിന് കടമെടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങളെ പോലെ ലക്കും ലഗാനുമില്ലാതെ ഇതുപോലെ കടം വാങ്ങിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം കണ്ട ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോവുകയാണ്. കേരളം വലിയ കടക്കണിയിലാണ്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. അതെ, ഇതിനെയാണ് ഉൾട്ടയടിക്കുക എന്ന് പറയുന്നത്. എന്തൊക്കെ ബഹളായിരുന്നു. കേരളത്തിൽ രൂക്ഷമായ ധനപ്രതിസന്ധി, കേരളം വലിയ കടക്കിണി, കേരളം ലക്ക് കെട്ട് കടമെടുക്കുന്നു, കേരളം ഭരിച്ചു മുടിച്ചു. ഇതെല്ലാം ആഘോഷമാക്കിയ മനോരമ ഇപ്പൊ പറയുന്നു സാമ്പത്തിക വർഷത്തിൽ കേരളം കോളടിച്ചു എന്ന്. വിപണിയിലെ ഉണർവ് തുണച്ചത് മൂലം 5629 കോടിയുടെ വർധനയുണ്ടായി എന്ന്. കാര്യം എത്രയുള്ളൂ, UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മനോരമ അറിയാതെ സത്യം പറഞ്ഞു പോയതാ. ഒന്നുകൂടി പറയുന്നുണ്ട്, ഇത് സതീശൻ സർക്കാരിന്റെ മികവുകൊണ്ടൊന്നുമല്ല, ക്രെഡിറ്റ് LDF സർക്കാരിൻ്റെതാണെന്ന്. എന്താലേ നീണ്ട 10 വർഷം നുണ പറഞ്ഞു മടുത്തപ്പോഴാണ് ഡ്രാഗൺ കുഞ്ഞ് ഇപ്പോൾ സത്യം തുപ്പുന്നത്. വരും സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ കുതിപ്പ് പ്രകടമാകുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ 1 വർഷം മുമ്പ് നിയമസഭയിൽ പറഞ്ഞിരുന്നു. സംസ്ഥാനത്തിന്റെ സമീപകാല വികസന ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്നൊരു കാര്യമുണ്ട്. കേരള സമ്പദ്ഘടന അതിവേഗ വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് മുന്നേറാൻ സജ്ജമായിരിക്കുകയാണ്. വികസന വിജ്ഞാനീയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഒരു ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുകയാണ്. മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിന് നാം നടത്തിയ നിക്ഷേപമാണ് ഇതിന് കാരണം. സാർ, എന്നാൽ മനുഷ്യ വിഭവശേഷി ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. പശ്ചാത്തല മേഖലയിലെ പോരായ്മയായിരുന്നു അതിൻ്റെ പ്രധാന കാരണം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ നടത്തിയ തീവ്ര പ്രയത്നം ആ പോരായ്മ പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദന വളർച്ച വളരെ മെച്ചപ്പെട്ടതാണ്. വളർച്ചാ നിരക്കുകൾ ഇനി കൂടുതൽ മെച്ചപ്പെടാനാണ് പോകുന്നത്. അന്നത് പറഞ്ഞപ്പോൾ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ് നുണപ്രചരണം നടത്തിയവരുണ്ട്. അതും പോരാതെ കേരളം തകർന്നടിഞ്ഞു, അതുകൊണ്ട് ചെറുപ്പക്കാർ നാട് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്ന് വരെ പറഞ്ഞു പരത്തി. അവരാണ് ഇന്ന് പലരും പല കസേരകളിലിരുന്ന് വീണ്ടും പല കാര്യങ്ങളിലും നുണ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാദങ്ങളെയാണ് ഇന്ന് മനോരമ തന്നെ പൊളിച്ചടുക്കുന്നത്. കേരളത്തിന്റെ വിപണിയിൽ ഉണർവ് തുണച്ചതാണ് ഈ നേട്ടത്തിന് കാരണമെന്ന്. ഏത് നല്ല വാർത്തയിലും എന്തെങ്കിലും ഒന്നിനു നേരെ കണ്ണടയ്ക്കുന്നത് മനോരമയുടെ പതിവ് രീതിയാണ്. അത് ഇവിടെയുണ്ട്. അതായത് കേരളത്തിന്റെ തനത് വരുമാനവും സാമ്പത്തിക വർഷത്തിലെ കുതിപ്പിന് തുണച്ചിട്ടുണ്ട്. തനത് വരുമാനത്തിൽ കേരളം 4ാമതാണെന്ന് CAG റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ആകെ വരുമാനത്തിന്റെ 60%-ലേറെയും തനത് നികുതി വരുമാനത്തിലൂടെ സമാഹരിക്കുന്ന രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിൽ കേരളമാണ് 4ാമതെന്ന് CAG റിപ്പോർട്ട് പറയുന്നു. LDF സർക്കാരിന്റെ മികച്ച ധന മാനേജ്മെന്റിനുള്ള അംഗീകാരം കൂടിയാണിത്. ഇതാണ് മനോരമ ഒളിപ്പിച്ചു വെച്ചത്. സതീശൻ സർക്കാരിനെയും വെളുപ്പിച്ച് വേണ്ടേ വാർത്തയടിക്കാൻ. അപ്പോൾ കേരളത്തിന്റെ തനത് വരുമാനം കൂടിയെന്ന് മനോരമയ്ക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഏതായാലും വിപണി ഉണർന്നുവെന്നും സാമ്പത്തിക വർഷത്തിൽ വൻ കുതിപ്പെന്നും ക്രെഡിറ്റ് സതീശൻ സർക്കാരിൻ്റെതല്ല എന്നും പറഞ്ഞല്ലോ. സന്തോഷം. ധവളപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലെന്നും സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ച് ധവളപത്രം പറയുന്നതല്ല ശരിയെന്നും മനോരമ പത്രം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോളടിച്ചു. 5629 കോടി രൂപ 2 മാസത്തെ ഇത് കിട്ടി. സത്യസന്ധമായ ഒരു കാര്യം മനോരമ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പുതിയ ഗവൺമെന്റ് ഒരു പ്രവർത്തനം കൊണ്ടല്ല ഈ പണം വന്നതെന്നും കഴിഞ്ഞ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും ഒക്കെ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് GSTയുടെ വരുമാനം അതി പറഞ്ഞേക്കുന്നത്. GST സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും 2000 കോടി രൂപ ഈ 2 മാസം അധികം കിട്ടിയിട്ടുണ്ട്. ഗ്രോത്ത് റേറ്റ് ഒരു ഇന്ത്യൻ ആവറേജിനേക്കാളും മെച്ചപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്ര 2000 കോടി 2 മാസം അധികം കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു 10000 കോടിയെങ്കിലും അടുത്ത വർഷം അധികം കിട്ടും. ടാക്സിന് കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും കിട്ടും. അതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് നമ്മുടെ നികുതി അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുപോകാനും സംസ്ഥാനത്തിന്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് മെച്ചപ്പെടാനും കഴിഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം സത്യം പറഞ്ഞ മനോരമ, ആഹാ, മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ.